ചെയ്യുന്ന കോണ്ടന്റ് ഒന്നും വർക്ക് ആവുന്നില്ല എന്ന് പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്. എന്നാൽ 70-20-10 കോണ്ടന്റ് റൂൾ ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ സ്ഥിരമായിട്ട് കോണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാനും ഗ്രോത്ത് മെയിൻറ്റെയിൻ ചെയ്യാനും അതുപോലെ പുതിയ ഐഡിയാസ് ട്രൈ ചെയ്യാനും പറ്റും. ശരിക്കും നിങ്ങളുടെ കോണ്ടന്റിനെ 3 ഭാഗങ്ങളായിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാം. 70% വാല്യൂ കോണ്ടന്റ്, 20% എൻഗേജ്മെന്റ് കോണ്ടന്റ് ആൻഡ് 10% എക്സ്പെരിമെന്റൽ അല്ലെങ്കിൽ പ്രൊമോഷണൽ കോണ്ടന്റ്. 70% എന്ന് പറയുന്നത് വാല്യൂ കോണ്ടന്റ് ആണ്. ഇതാണ് നിങ്ങളുടെ മെയിൻ കോണ്ടന്റ്. വ്യത്യസ്ത നീഷസിലുള്ള കുറച്ച് എക്സാമ്പിൾസ് നമുക്ക് നോക്കാം. ഇപ്പോൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആണെങ്കിൽ ടിപ്സ്, ഹൗ ടു പോസ്റ്റ്, ബിഗിനർ ഗൈഡ്സ്, എക്സ്പ്ലെയിനേഴ്സ് ഒക്കെ കൊടുക്കാം. കുക്കിംഗ് ആണെങ്കിൽ റെസിപ്പീസ്, കുക്കിംഗ് ടിപ്സ്, ഇൻഗ്രീഡിയൻറ്റ് ബേസിക്സ് കൊടുക്കാം. ഇനി പേഴ്സണൽ ഡെവലപ്മെന്റ് ആണെങ്കിൽ മൈൻഡ് സെറ്റ് ടിപ്സ്, സെൽഫ് ഗ്രോത്ത് ഫ്രെയിംവർക്ക്സ് കൊടുക്കാം. ഇത്തരം കോണ്ടന്റുകൾ കൊണ്ടാണ് ആളുകൾ നിങ്ങളെ ഫോളോ ചെയ്യുന്നത്. കാരണം അവർക്ക് നിങ്ങളിൽ നിന്ന് എന്തെങ്കിലും ഒരു കാര്യം പഠിക്കാനുണ്ട്. ഇനി അടുത്തത് 20% ആണ്. 20% എന്ന് പറയുന്നത് കണക്ഷനും അതുപോലെ തന്നെ ഇന്ററാക്ഷനും വേണ്ടിയിട്ടാണ്. നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് നോക്കാം. പോൾസ് ആൻഡ് ക്വസ്റ്റ്യൻസ്, ട്രെൻഡിങ് ടോപ്പിക്സ്, പേഴ്സണൽ സ്റ്റോറീസ് അല്ലെങ്കിൽ ബിഹൈൻഡ് ദ സീൻസ്, റിലേറ്റബിൾ മീംസ്, ഓഡിയൻസിനോട് ഒപ്പീനിയൻ ചോദിക്കുന്ന പോസ്റ്റുകൾ. ഓഡിയൻസ് നിങ്ങളോട് സംസാരിക്കാനും എൻഗേജ് ചെയ്യാനും തുടങ്ങുന്നത് ഇത്തരം കോണ്ടന്റുകൾ കൊണ്ടാണ്. ഇനി അടുത്തത് 10% ആണ്. 10% എന്ന് പറയുന്നത് പ്രൊമോഷണൽ അല്ലെങ്കിൽ എക്സ്പെരിമെന്റ് കോണ്ടന്റ് ആണ്. പുതിയ ഐഡിയാസ് ട്രൈ ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണ് ഈ 10% എന്ന് പറയുന്നത്. ന്യൂ റീൽ അല്ലെങ്കിൽ വീഡിയോ ഫോർമാറ്റ്സ്, ലൈവ് സെക്ഷൻസ്, ഡെമോസ്, പേഴ്സണൽ ജേർണി പോസ്റ്റുകൾ, അതുപോലെ കോഴ്സ്, പ്രൊഡക്റ്റ്, സർവീസ് പ്രൊമോഷൻസ്, അറ്റ് ദ എൻഡിലെ കൊളാബറേഷൻ. അപ്പം നിങ്ങളുടെ കോണ്ടന്റ് ക്രിയേഷനിലും 70-20-10 കോണ്ടന്റ് റൂൾ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ വീഡിയോന്റെ മാറ്റം നിങ്ങൾക്ക് മനസ്സിലാക്കാം.